ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോവുകയാണ്. ഇത് ശരിക്കും ഒരു അൺപ്ലാൻഡ് ട്രിപ്പാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്കൊരു പോകാനായിട്ട് പറ്റി, അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ടൊരു പ്ലാൻഡ് ട്രിപ്പൊന്നുമല്ല. അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണിപ്പോൾ. കാരണം 2025 തുടങ്ങി ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ തുടക്കം അടിപൊളിയായിട്ടുണ്ട്. മുന്നോട്ടും ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ വർഷം പോകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മളുടേത് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തെ സ്റ്റേക്കേഷന് വേണ്ടി പോകുന്നത് നമ്മുടെ വാഗമണ്ണിലുള്ള പാലറ്റ് ഹിൽ വ്യൂ റിസോർട്ടിലേക്കാണ്. അടിപൊളി വൈബാണ് കേട്ടോ അവിടെ. ഞാൻ ശരിക്കും ഏകദേശം ഒരു 6 വർഷം മുൻപാണ് പോയത്. കാരണം അനിയൻകുട്ടൻ 6 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. അവനിപ്പോൾ 6 വയസ്സായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. ശരിക്കും ഞങ്ങളുടെ കൊച്ചിൻ്റെ റിസോർട്ടാണത്. 3 സ്റ്റാർ കാറ്റഗറിയിലായിരുന്നു, പക്ഷേ അണ്ടർ റിനോവേഷനിലാണ്. ഓൾമോസ്റ്റ് ഏകദേശം ഒക്കെ റിനോവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ മുഖവുമായിട്ടാണ് പാലറ്റ് വരുന്നത്. പിന്നെ നൈറ്റ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയുണ്ടായില്ല. നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ കാറ്റ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ മൊബൈലൊക്കെ പിടിക്കുകയാണെങ്കിൽ മൊബൈൽ കൂടെ കൊണ്ടുപോകും, വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു. തണുപ്പ്, നല്ല തണുപ്പുണ്ട്. കോട ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട കാണാനില്ല, പക്ഷേ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ കൊച്ചിൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, വർക്ക് നടക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ റൂമിൽ പോയി. ഞാൻ റൂമിലുള്ള വീഡിയോസ് എല്ലാം ആദ്യം തന്നെ ഷൂട്ട് ചെയ്തു, ഒരു റൂം ടൂറ്. കാരണം പിന്നീടായ നമ്മുടെ റൂമൊക്കെ പിള്ളേരുള്ളത് കൊണ്ട് അലമ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു റൂം ടൂർ അങ്ങ് ചെയ്യുവാണ്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബാൽക്കണി വ്യൂസ് ഒന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ രാവിലെയുള്ള ആ ഒരു ബാൽക്കണി വ്യൂ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഓരോ ക്ലിപ്പും വളരെ ബ്യൂട്ടിഫുള്ളാണ്. നൈറ്റ് വ്യൂസും അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി, ഫുള്ള് കറങ്ങി. വലിയ കാലാവസ്ഥ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഹുഡീസോ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പോൾ അനിയൻകുട്ടൻ നന്നായിട്ട് തണുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം പുറത്ത് നിന്നില്ല. മക്കൾ പ്ലേ ഏരിയയിലൊക്കെ പോയി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് ഫ്രഷായി കിടന്നു. അപ്പോൾ ഗായ്സ്, നമ്മുടെ റൂമിൽ നിന്നിട്ട് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. എനിക്ക് ശരിക്കും 2025 ഫസ്റ്റ് ഗിഫ്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. കർട്ടൻ മാറ്റിയപ്പോൾ തന്നെ പുറത്തെ ആ മലനിരകൾ, തേയിലത്തോട്ടം, ആ ഒരു സൂര്യൻ്റെ പ്രകാശം വന്ന് വീഴുന്നതും, അതിൽ കോടയും അതിൻ്റെ കൂടെ കാറ്റും, ഒന്നും പറയാനില്ല, വേറൊരു വൈബാണ്. ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ പോസിറ്റീവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പൂളിലൊക്കെ തകർക്കാൻ പോവുകയാണ്. നല്ല തണുപ്പുണ്ട്, എങ്കിലും നമ്മൾ പൂളിലൊക്കെ തകർക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും വൈകുന്നേരം ഇറങ്ങത്തുള്ളൂ. അപ്പം അതുവരെ നമുക്കിവിടെ അടിച്ച് പൊളിക്കാനുള്ള ടൈമുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഒരു വ്യൂ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയും രാവിലെയും ഒരുപോലെ തന്നെയാണ് ക്ലൈമറ്റ്. കാറ്റിന് വേറെ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേ കാറ്റ് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കളിച്ചിട്ട് നേരെ പൂളിലേക്കാണ് പോകാൻ പോകുന്നത്. രാത്രി വന്നപ്പോൾ തന്നെ ദേവ് പറഞ്ഞത് നേരെ പൂളിലേക്ക് ചാടണം എന്നാണ്. പക്ഷെ രാത്രി വന്നപ്പോൾ തന്നെ നമുക്ക് ഒട്ടും പൂളിലൊന്നല്ല പുറത്ത് നിൽക്കാൻ പോലും പറ്റാത്ത തണുപ്പുണ്ടായിരുന്നു. ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ പൂളിൽ ഇറങ്ങാൻ വന്നതാണ്. ഇപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. പക്ഷേ ഇറങ്ങി കഴിയുമ്പോൾ അത് ഓക്കെയാണ്. കുറേ നേരം ഞങ്ങൾ പൂളിൽ തന്നെ സ്പെൻഡ് ചെയ്തു. പൂളിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ വന്നു. ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള സ്നാക്സും ജ്യൂസും ഒക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ സാൻഡ്വിച്ചും വാട്ടർമെലൺ ജ്യൂസുമാണ് എടുത്തത്. അപ്പോൾ നമുക്ക് റൂം സർവീസ് എടുത്തു ഞങ്ങൾ. അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചും ഞങ്ങൾ റൂം സർവീസാണ് എടുത്തത്. അത് ചിക്കൻ നൂഡിൽസും പിന്നെ ചില്ലി പനീർ ഡ്രൈ അതുമായിരുന്നു. പിന്നെ പൈനാപ്പിൾ ജ്യൂസും. ഫുഡിൻ്റെ കാര്യത്തിലും അവിടെ നോ കോംപ്രമൈസ് ആണ്. കാരണം ഏറ്റവും ബെസ്റ്റ് സർവീസും ബെസ്റ്റ് ഫുഡും തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ റീൽസ് എടുത്തു. റീൽസും കാര്യങ്ങളും അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയി. പല്ല് ഇങ്ങനെ ആടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇളവി ബാത്റൂം കാണിച്ചു തരാം. അല്ല ഞാൻ വീഡിയോ എടുക്കാൻ ചോദിച്ചോ. ഡിലീറ്റ് തിരിച്ചേ അനിയൻകുട്ടന്റെ ഫസ്റ്റ് പല്ല് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കുഞ്ചപ്പാടക്കാറ്റ് വിതച്ചും നീ എന്റെ കൂടെ ചെന്നു കളിച്ചില്ലേ, നീ എന്റെ തൂവൽ ചേലച്ചു കണ്ടില്ലേ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനിയുള്ള വീഡിയോസ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ബൈ.